ക്ലാസ് ഫസ്റ്റ് ഇന്റഗ്രേഷൻ 2 ആനുവൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. നമ്മൾ ഇന്ന് ആൻസർ ചെയ്യുന്നത് പ്രവർത്തനം 6 കഥ എഴുതാം, നോക്കാം, എഴുതാം. ഇവിടെ നമുക്ക് ചിത്രം തന്നിട്ടുണ്ട്, ചിത്രം നോക്കുക, എന്നിട്ട് കഥ എഴുതാനാണ് കേട്ടോ. അവിടെ എന്താണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത്? മഴ പെയ്യാണ് അല്ലെ. അപ്പൊ അവിടെ കണ്ടോ, ഒരു നായ്ക്കുട്ടിയും പൂച്ചക്കുട്ടിയും കൂടിയും കുട ചൂടിയിട്ട് നിൽക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് വേണം നമ്മൾ കഥ എഴുതാനായിട്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഒരിക്കൽ മിന്നുപൂച്ച ഒരു യാത്ര പോകുകയായിരുന്നു. പെട്ടെന്ന് മഴ പെയ്തു. മിന്നുപൂച്ച കരയാൻ തുടങ്ങി. മ്യാവൂ മ്യാവൂ. അപ്പോൾ അതുവഴി കുടചൂടി വന്ന ചിന്നു എന്ന നായക്കുട്ടി മിന്നുവിനെ കണ്ടു. മഴ തോരുന്നതുവരെ ചിന്നു തന്റെ കുടയിൽ മിന്നുവിനെ നിർത്തി. മഴ തോർന്നതിനു ശേഷം മിന്നു ചിന്നുവിനോട് നന്ദി പറഞ്ഞ് യാത്ര തുടർന്നു. ഇങ്ങനെ എഴുതാട്ടോ. ഈ കഥയ്ക്ക് ഒരു പേര് നൽകാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താ വെച്ചാൽ കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ചിഹ്നവും മിന്നുവും എന്ന് കൊടുത്താൽ മതി. പ്രവർത്തനം 7 വീട് കെട്ടാം. വീട് നിർമ്മാണ ഘട്ടങ്ങൾ ക്രമത്തിലാക്കാം, എഴുതാം. ഇവിടെ നമുക്ക് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഘട്ടങ്ങളാണ് ചിത്രങ്ങളായിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിനെ ക്രമത്തിലാക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതാണ് ആദ്യത്തെ ഘട്ടം? ഏതാണ്? തറക്കെട്ടലാണ് അല്ലെ. അപ്പൊ തറ കെട്ടൽ എന്ന് എഴുതുക. പിന്നെ എന്താണ്? ചുമര് കെട്ടലാണ് വരിക. അപ്പൊ ചുമര് കെട്ടൽ എന്ന് എഴുതുക. അടുത്തത് മേൽക്കൂര പണിയലാണ് അല്ലെ. മേൽക്കൂര പണിയൽ എന്ന് എഴുതിയിട്ട് ക്രമത്തിലാക്കുക കേട്ടോ. ഏതെങ്കിലും 2 തരം വീടുകളുടെ പേരെഴുതൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര തരം വീടുകളുണ്ട്? ഓടുമേഞ്ഞ വീടുണ്ട്, ഓലമേഞ്ഞ വീടുണ്ട്, ഷീറ്റ് മേഞ്ഞ വീടുണ്ട്, കോൺക്രീറ്റ് വീടുണ്ട് അല്ലെ. അതിലേതെങ്കിലും 2 എണ്ണം എഴുതുക കേട്ടോ. ഓടുമേഞ്ഞ വീട്, ഓലമേഞ്ഞ വീട്. പ്രവർത്തനം 8 എത്ര കാലുകൾ? കണ്ടെത്താം, എഴുതാം. ഇത് നമുക്ക് ധാരാളം ജീവികളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ചിലന്തി, പാറ്റ, പല്ലി, വണ്ട്, കൊതുക്, ഉറുമ്പ്. ഇനി 6 കാലുള്ളവ ഏതൊക്കെയാന്നുള്ളത് എഴുതണം കേട്ടോ. തന്നിരിക്കുന്ന ജീവികളിൽ 6 കാലുള്ളവ ഏതൊക്കെയാണ്? പാറ്റ, വണ്ട്, കൊതുക്, ഉറുമ്പ്. ഇത്രയും 6 കാലുള്ളതാണ് അല്ലെ. ഒത്തിരി കാലുള്ള ഒരു ജീവിയുടെ പേരെഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തേരട്ട എഴുതാം. തേരട്ടയ്ക്ക് ഒത്തിരി കാലുണ്ട് അല്ലെ. പ്രവർത്തനം 9 പട്ടണ കാഴ്ചകൾ. വായിക്കാം, എഴുതാം. ഇവിടെ താഴെ പട്ടണ കാഴ്ചകളാണ് തന്നിരിക്കുന്നത്. അത് വായിച്ചതിന് ശേഷം കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഉത്തരം എഴുതാനാണ് കേട്ടോ. അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം. ധാരാളം ആളുകൾ, വലിയ വലിയ കെട്ടിടങ്ങൾ, പലതരം കടകൾ, ചീറിപ്പാഞ്ഞു പോകുന്ന വാഹനങ്ങൾ, വഴിയരികിൽ നിറയെ കച്ചവടക്കാർ, ജുക് ജുക് ശബ്ദത്തോടെ കുതിച്ചു പായുന്ന തീവണ്ടി, എന്തൊരു തിക്കും തിരക്കും. അപ്പൊ ഇതാണ് തന്നിരിക്കുന്നത്. ഇനി താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വാഹനങ്ങൾ എങ്ങനെയാണ് പോകുന്നത് എന്നാണ്. എങ്ങനെയാണ് വാഹനങ്ങൾ പോകുന്നത്? ചീറിപ്പാഞ്ഞു പോകുന്ന വാഹനങ്ങൾ എന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ എങ്ങനെയാ പോകുന്നത്? ചീറിപ്പാഞ്ഞാണ് പോകുന്നത്. അടുത്ത ചോദ്യം, തീവണ്ടിയുടെ ശബ്ദത്തെ സൂചിപ്പിക്കുന്ന വരി ഏത്? ഏതാണ്? ജുക് ജുക് ശബ്ദത്തോടെ, അതാണ് തീവണ്ടിയുടെ ശബ്ദത്തെ സൂചിപ്പിക്കുന്ന വരി. മൂന്നാമത്തത്, വലിയ വലിയ കെട്ടിടങ്ങൾ ചിത്രം വരയ്ക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ? വലിയ വലിയ കെട്ടിടങ്ങള് അവിടെ വരയ്ക്കുക കേട്ടോ. ഇനി 4ാമത്തെ ചോദ്യം, ഞാൻ ആര് എന്നാണ്. അറകളുണ്ട്, മുറികളുണ്ട്, നീളമുള്ള വണ്ടി, ചൂളമുണ്ട്, പാളമുണ്ട്, ചീറി വരും വണ്ടി. ധാരാളം മുറികളും അറകളുമുള്ള നീളത്തിലുള്ള വണ്ടി ഏതാ? ചൂളമടിച്ച പാളത്തിലൂടെ ചീറിപ്പാഞ്ഞു വരുന്ന വണ്ടി തീവണ്ടിയാണ് അല്ലെ. അപ്പൊ തീവണ്ടി എന്ന് എഴുതുക കേട്ടോ. പ്രവർത്തനം 10 നല്ല ശീലങ്ങൾ. നല്ല ശീലങ്ങൾക്ക് ടിക്ക് മാർക്കും തെറ്റായ ശീലങ്ങൾക്ക് ക്രോസ് മാർക്കും വരയ്ക്കുക എന്നാണ് കേട്ടോ. അപ്പൊ നമുക്ക് താഴെ കുറെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ. നല്ല ശീലങ്ങളും ഉണ്ട്, ഇതില് ചീത്ത ശീലങ്ങളും ഉണ്ട്. അപ്പൊ നല്ല ശീലങ്ങൾക്ക് ടിക്ക് മാർക്ക് ഇടാം, തെറ്റായ ശീലങ്ങൾക്ക് എന്ത് ചെയ്യുക? ക്രോസ് മാർക്ക് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ചിത്രം നോക്കുക. അവിടെ ഒരു കുട്ടി പല്ല് തേക്കുന്നതാണ്. അത് നല്ല ശീലാണ് അല്ലെ. നമ്മള് ദിവസവും 2 നേരം പല്ല് തേക്കണം അല്ലെ. അപ്പൊ എന്താണ്? അതിന് ടിക്ക് മാർക്ക് ഇടുക കേട്ടോ. അടുത്തത് കണ്ടോ, കുട്ടി ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ എന്റെ കൂട്ടത്തില് ഫോണ് കാണുകയാണ്. കണ്ടോ? അപ്പൊ നല്ല ശീലാണോ? അല്ല. അപ്പൊ എന്ത് ചെയ്യുക? ക്രോസ് മാർക്ക് ഇടുക. അടുത്തത് കണ്ടോ, ഒരു കുട്ടി കുളിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. നല്ല ശീലമാണ്, ടിക്ക് മാർക്ക് ഇടുക. അടുത്തത് ചിത്രത്തിൽ എന്താ? ഒരു കുട്ടി നഖങ്ങൾ വെട്ടുന്നതാണ് കാണിച്ചിരിക്കുന്നത്. നല്ല ശീലാണ്, ടിക്ക് മാർക്ക് ഇടുക. അടുത്തത് ഒരു കുട്ടി കൈകൾ കഴുകുന്നതാണ്. നല്ല ശീലമാണ്, ടിക്ക് മാർക്ക് ഇടുക. അടുത്തത് കണ്ടോ, എന്താ കാണിച്ചിരിക്കുന്നത്? ഒരു കുട്ടി നഖങ്ങൾ കടിക്കുകയാണ് അല്ലെ. നല്ല ശീലമാണോ? അല്ല, ചീത്ത ശീലമാണ്, ക്രോസ് മാർക്ക് ഇടുക കേട്ടോ.